കട്ടില് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പെണ്ണ് എന്ന് പറയണമെന്നില്ല, അവള് എന്ന് പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ സംഗതി തിരിയും. അതാണ് അതിന്റെ കണ്ടീഷൻ. പുതപ്പ് വിരിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവള് എന്ന് പറഞ്ഞാൽ തന്നെ വിഷയം പെട്ടെന്ന് ബോധ്യപ്പെടും. തീർച്ചയായിട്ടും ആ പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത്, അവരെ സൃഷ്ടിച്ചത് നമ്മളാണ്. രണ്ടാമത് മടക്കി സൃഷ്ടിച്ചത് നമ്മളാണ്. സ്വർഗത്തിലെത്തുമ്പം അവർക്ക് രണ്ടാമത് സൃഷ്ടിപ്പ് നൽകിയത് നമ്മളാണ്. അവിടെ എത്തുമ്പോ അവർക്ക് രണ്ടാമത് സൃഷ്ടിപ്പ് നൽകിയത് നമ്മളാണ്. രണ്ടാമത് അവരെ ഉണ്ടാക്കിയത് മണ്ണായി പോയതിന്റെ ശേഷം, ദ്രവിച്ചതിന്റെ ശേഷം നിങ്ങൾക്ക് വേണ്ടി ആ ഇണകളെ സൃഷ്ടിച്ചു തരുന്നത് നമ്മളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, ആരെപ്പറ്റിയാണ്? ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, നമ്മളാണ് അവരെ ഉണ്ടാക്കിയത്. ഫജഅൽനാഹുന്ന അബ്കാറാ, അവരെ നാം കന്യകകളാക്കി എന്ന് പറഞ്ഞല്ലോ. ഇതാരെപ്പറ്റിയാണെന്ന് ചോദിച്ചപ്പം അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഇത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അവരാരാണ് എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബി ആരെപ്പറ്റിയാ ഈ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ഹുന്നല്ലവാതി ഖുബിദ്ന ഫീ ദാരി ദുനിയ. ഇതാണ് ഇത് ഹുർലിങ്ങളെ പറ്റിയല്ല എന്ന് പറയാൻ കാരണം ഇതാണ്. റസൂലുള്ളാഹി പറയുന്നത് ഹുന്നല്ലവാതി ഖുബിദ്ന ഫീ ദാരി ദുനിയ, ഈ ഇഹലോകത്ത് വെച്ച് റൂഹ് പിടിക്കപ്പെട്ട പെണ്ണുങ്ങളെ കുറിച്ചാണ് ആ പറഞ്ഞത്. ഹുന്നല്ലവാതി ഖുബിദ്ന ഫീ ദാരി ദുനിയ, ഈ ലോകത്ത് വെച്ച് റൂഹ് പിടിക്കപ്പെട്ട പെണ്ണുങ്ങളുണ്ട്. അജായിസ, റൂഹ് പിടിക്കുമ്പോൾ അവർ കിഴവികളായിരുന്നു. അജായിസ, വയസ്സ് 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 ചെന്ന് വളഞ്ഞു കൂണ പെണ്ണുങ്ങളായിരുന്നു. അജായിസ. ഷുംതൻ, ഷുംതൻ, അതുപോലെ തന്നെ ശരിക്ക് കുമ്പളങ്ങ പോലെ നിരച്ച പെണ്ണുങ്ങളായിരുന്നു. നിരച്ച പെണ്ണുങ്ങളാണ്. ഷുംത്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ നിരച്ചു പോയവർ, പാടെ നിരച്ചു പോയവർ, അവർക്ക് ആ ഷുംത്ത് എന്ന് പറയുന്നത്. ഷുംതൻ. റസൂലുള്ളാഹി പറയുന്നത് കുമ്പളങ്ങ പോലെ നിരച്ച പെണ്ണുങ്ങള്, മുടി നിരച്ച പെണ്ണ്. റുംസൻ, എപ്പോഴും കൺകുഴികളിൽ പീള നിറയുന്ന പെണ്ണുങ്ങള്. വാർദ്ധക്യം വരുമ്പോഴുള്ള സൊക്കേടുകളാണൊക്കെ. വാർദ്ധക്യം വരുന്നവർക്ക് എപ്പോഴും പീള ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ വാർദ്ധക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് റുംസൻ, കണ്ണുകളിൽ പീള നിറയുന്ന മുടി നരച്ച പെണ്ണുങ്ങളായിരുന്നു. ജഅലഹുന്നല്ലാഹു തആല ബഅദൽ കിബരി അത്റാബാ. ജഅലഹുന്നല്ലാഹു തആല ബഅദൽ കിബർ, ഇത്രയും വലിയ വാർദ്ധക്യത്തിന് ശേഷം അള്ളാഹു അവരെ ആക്കി. എന്താക്കി? അവരെ അബ്കാറൻ, കന്യകകളാക്കി. അത്റാബൻ, സമപ്രായക്കാരാക്കി. അലാ മീലാദിൻ വാഹിദ്, എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണ്. മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനനത്തീയതി ഒന്നാണ്. എല്ലാവർക്കും ഒരേ വയസ്സ് എന്നർത്ഥം. കുല്ലമാ അതാഹുന്ന സുവാജുഹുൻ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, കുല്ലമാ അതാഹുന്ന സുവാജുഹുൻ, അവരുടെ പുതിയാപ്പിളമാർ, അവരുടെ ഭർത്താക്കന്മാർ അവരെ സമീപിക്കുമ്പോഴൊക്കെയും വജദൂഹുന്ന അബ്കാറാ, അവരെ കാണുന്നത് കന്യകകളായിട്ടാണ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. സുബ്ഹാനല്ലാഹ്. ഇവരെ ഓരോ ഘട്ടത്തിലും സമീപിക്കുന്ന സമയത്ത് ഇവരെ കാണുന്നത് കന്യകകളായിട്ടാണ്. ഒരിക്കൽ അവരുമായി ബന്ധപ്പെട്ടു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എല്ലാം ആസ്വദിച്ച് തിരിച്ചു പോന്നു. പിന്നീട് ഒരിക്കൽ തന്റെ ഭാര്യയെ സമീപിക്കുമ്പം വീണ്ടും അവൾ കന്യകയാണ്. കുല്ലമാ അതാഹുന്ന സുവാജുഹുന്ന അബ്കാറ വജദൂഹുന്ന അബ്കാറ. ഈ വിവരണം നടത്തുന്നത് ആരോടാണ്? ബഹുമാനപ്പെട്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടാണ്. ആയിഷ ബീവി ഇത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഓരോ തവണയും കന്യകയായ പ്രശ്നമാണല്ലോ നബിയെ. ചിരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീവി ചോദിച്ചു. ആയിഷ ബീവി വലിയ തമാശക്കാരിയായിരുന്നു. ആയിഷ ബീവി പറഞ്ഞു, നബിയെ, ഇത് വല്ലാത്ത വിഷമമാണല്ലോ നബിയെ. വാ വജഅ യാ റസൂലല്ലാഹ്, നബിയെ, അത്ര വലിയ യാതന ഇനി ഒന്നുമില്ല. എന്തുകൊണ്ട്? ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിലുള്ള ശാരീരിക ബന്ധങ്ങളിൽ അവൾക്ക് സംതൃപ്തിയുണ്ടാവില്ല. അതേസമയം കുറെ പ്രാവശ്യം ശാരീരിക ബന്ധങ്ങൾ കഴിയുമ്പോഴേ അവൾക്ക് സംതൃപ്തി ലഭിക്കുകയുള്ളൂ. ഒരു ഭർത്തൃസുഖം അനുഭവിക്കണമെങ്കിൽ അങ്ങനെ വേണം. പക്ഷേ അത് എപ്പോഴും കന്യകകളായാൽ ഈ വേദനയും പ്രശ്നവും എന്നും തുടരില്ല നബിയെ എന്നാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ ചോദ്യത്തിന്റെ ആകത്തുക. റസൂലുള്ളാഹി തങ്ങൾ അത് കേട്ടപ്പോൾ ചിരിച്ചു.
ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത് ആയിഷ? സ്വർഗത്തെക്കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത്? ലൈസ ഹുനാക വജഅ, അവിടെ വേദനയുണ്ടാവില്ല, പീഡനമുണ്ടാവില്ല, ഒരു നിലക്കുള്ള പ്രയാസങ്ങളും അവിടെ ഉണ്ടാകില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും ഒരിക്കലും പഴങ്ങിപ്പോകാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു നവത്വം നിലനിൽക്കുമെന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം. എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടുമ്പോഴുണ്ടായ സന്തോഷം അത് കാലാകാലം നിലനിൽക്കാൻ, അതാണ് അവിടുത്തെ ഹരം. അല്ലാതെ ഈ പെണ്ണിനതുകൊണ്ട് കഷ്ടപ്പാടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ തീരെ കെട്ടിക്കാത്ത ഒരു പെൺകുട്ടിയുടെ ലുക്ക് അവളെ കാണുമ്പോഴുണ്ടാകും, അവളെ തൊടുമ്പോഴുണ്ടാകും, അവളുമായി ബന്ധപ്പെടുമ്പോഴുണ്ടാകും. ഇത്രയാ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. അത് അവൾക്കും ഉണ്ടാകും. ആദ്യമായിട്ട് തന്നെ സ്പർശിക്കുന്ന ഒരു പുരുഷ സ്പർശം ആദ്യമായി ഏൽക്കുമ്പോഴുള്ള ആനന്ദം, ആ ആനന്ദം അവൾക്ക് എന്നും ആസ്വദിക്കാൻ കഴിയും. ചുരുക്കത്തിൽ വിഷമങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത ഫസ്റ്റുനേറ്റുകളാണ് സ്വർഗത്തിൽ അവസാന കാലാകാലം. ഇതാണ് യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വർഗം. ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബൻ ലിയസ്ഹാബിൽ യമീൻ. അങ്ങനെ അവരെ കന്യകകളാക്കി. ഉറുബൻ അത്റാബ, ഉറുബൻ ഭർത്താക്കന്മാരോട് സ്നേഹമുള്ളവർ. ഉറുബൻ അത്റാബൻ, അത്റാബൻ എന്ന് പറഞ്ഞത് ഉറുബൻ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരോട് സ്നേഹമുള്ളവർ. അറൂബ് എന്നതിന്റെ ബഹുവചനമാണ്. ഉറുബൻ, ഭർത്താവിനോട് സ്നേഹമുള്ള പെണ്ണ്, ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്ന പെണ്ണ്, അതാണ് സ്വർഗത്തിലെ പെണ്ണ്. ഇവിടുത്തെ ഈ ടെൻഷൻ ഒന്നും ഉണ്ടാകൂല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പാത്തുമ്മക്കുട്ടി അങ്ങോട്ടും വരുമോ വെച്ചില്ലേ, ആ പ്രശ്നമൊന്നും അവിടെ ഉണ്ടാകൂല എന്നർത്ഥം. കാരണം ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്ന, ഭർത്താവുമായി നല്ല നിലക്ക് ഒത്തുപോകാൻ കഴിയുന്ന പെണ്ണുങ്ങള് അവരായിരിക്കും പെരുമാറ്റത്തിൽ അവർ 100% ക്ലിയർ ആയിരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു നീണ്ട ഹദീസ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. അതിലേക്ക് കടന്നു വരുന്നു. അപ്പം ഭർത്താക്കന്മാരെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന പെണ്ണുങ്ങൾ, അത്റാബൻ, സമപ്രായക്കാർ. നബി തങ്ങളോട് ചോദിച്ചു, ഈ സമപ്രായം എന്ന് പറയുമ്പോൾ എത്രയാണ് നബിയെ അത്? നബി തങ്ങൾ പറഞ്ഞു, മുസ്തവിയാത്തിൻ ഫിസ്സിൻ ബനാത്തി സലാസിൻ വസലാസീൻ. നബി തങ്ങൾ പറഞ്ഞു ഒരേ പ്രായക്കാരാണ്, 33 വയസ്സാണ്. 33 വയസ്സാണ് സ്വർഗത്തിൽ പെണ്ണുങ്ങൾക്ക്. വഅസ്വാജുഹുന്ന കദാലിക്, അവരുടെ ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാ. അവരുടെ ഭർത്താക്കന്മാർക്ക് 33 വയസ്സാണ്. ഒരേ സമപ്രായക്കാർ. സമപ്രായക്കാരായ സഹോദര സഹോദരിമാർ, അവരുടെ ബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. അത് പിന്നീട് പ്രായം കൂടാതിരിക്കും ചെയ്യാം. ഒരേ പ്രായത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ 33 വയസ്സ് കൂടുന്നില്ല, കുറയുന്നില്ല, നല്ല നിറഞ്ഞ പ്രായം 33 വയസ്സ്. സമപ്രായക്കാർ. ഇതെന്തിന് അല്ലാഹു തആല സമപ്രായക്കാരാക്കി? സ്വർഗം. അവിടെ ഒരിക്കലും സമപ്രായക്കാരായ ഇണകളെ നൽകാൻ കാരണം ടെൻഷൻ എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ലേ ഇല്ല. ഒരു വയസ്സായ വാപ്പാക്ക് ഓടിച്ചാടി നടക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അസൂയ തോന്നും. എൻ്റെ പഴയ കാലം. അത് സ്വാഭാവികമാണ്. അതുണ്ടാകൂല, അതൊരിക്കലും ഉണ്ടാകൂല. നിറഞ്ഞു നിൽക്കുന്ന പ്രായം. മഹാന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, അയാൾ കല്യാണമൊക്കെ കഴിച്ചു, അത്യാവശ്യം അയാളുടെ കണ്ണിനിണങ്ങിയ ഒരു പെണ്ണിനെ അയാൾ കല്യാണമൊക്കെ കഴിച്ചു. പിന്നെ ഒരു പക്ഷേ അയാൾ വെളിയിലിറങ്ങുമ്പോൾ അതിലൊന്നും